ശ്രീ പി എസ് സഞ്ജീവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് അനുകൂലമായ അവരുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം SFIയുടെ അടക്കം നേതാക്കൾ വന്നപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനത്തിനിടയായ ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ട് ഒരു അനുശോചനം പോലും അർഹിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഒരു നീതി കിട്ടുന്നു അല്ലെങ്കിൽ നീതിയുടെ തുടക്കമാകുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ആ ക്യാമ്പസിനെ കേന്ദ്രീകരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടിയുണ്ട്. നിങ്ങൾക്ക് ആ ക്യാമ്പസിനെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വലിയ തോതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനമുള്ളൊരു ക്യാമ്പസാണ്, അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതാണോ, അതോ ഇനി ഒരു സിദ്ധാർത്ഥൻ അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണോ വിചാരിക്കേണ്ടത്? ഒന്ന്, ഇന്നിവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് അവിടെ മുഖ്യമന്ത്രിയെ കാണുകയും അത് അംഗീകരിച്ച് വരികയും ചെയ്തു. തീർച്ചയായും CBI അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം, ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം പുരോഗമിച്ച് അതിൻ്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചതെന്നും കൃത്യമായി കേരളത്തിലെ സമൂഹം അറിയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് പറയുമ്പോഴും, ഇത് ആവർത്തിച്ച് ഞങ്ങൾ പറയുമ്പോഴും, നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ പഴിയും സംഘടനാപരമായി രാഷ്ട്രീയപരമായി SFIയുടെ തലയിൽ ചാർത്താൻ വേണ്ടിയുള്ള സംഘടിതമായ പ്രവർത്തനം ഈ കാലയളവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും 18 പ്രതികളിൽ 4 പേർ SFIയിൽ പ്രവർത്തിച്ചവരുണ്ട്, യാതൊരു സംശയവുമില്ല. അതിൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റ് 14 പ്രതികളുടെയും രാഷ്ട്രീയത്തെ ഒന്ന് തലോടാൻ പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും നിങ്ങളാരും തയ്യാറായില്ല എന്നും, ഇന്ന് ഇവിടെ വലിയ രീതിയിൽ വാഗ്ധോരണി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി അടക്കം മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായുള്ളവർ പോലും ഈ കേസിൽ പ്രതികളായി, ഇതിൽ പ്രധാന പ്രതികളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ ഒരു ഘട്ടത്തിൽ ഈ ചർച്ചയിൽ പറഞ്ഞതുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇത് കേവലം SFIയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു വിഷയമാക്കുന്നതിനേക്കാൾ അപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിന് സംഭവിച്ചതെന്നും, ഇത് സംഘടിതമായി, ഓരോ ചർച്ചയിലും നിങ്ങൾ പറയുന്നത് സംഘടിതമായി SFI തീരുമാനിച്ച് നടപ്പിലാക്കിയല്ല, SFIയുടെ നയം ഇതല്ല, SFI ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ തന്നെ പറയുമ്പോഴും SFI ആണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അവസാനം നിങ്ങൾ ചോദ്യം കൊണ്ടുപോയി വെക്കുകയാണ്. അത് തീർച്ചയായും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ ആദ്യം ഘട്ടം തൊട്ടേ പറഞ്ഞു, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവണതയെ വെച്ചു പുലർത്താൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും എവിടെയും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ വലിയ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് അധികരിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. പല സ്ഥലങ്ങളിലും SFIയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലൊട്ടാകെ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട്, യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച ആൾ കൂടിയാണ് മാന്യ പ്രതിനിധി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയെത്ര വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ വെച്ച് അരുങ്കൊല ചെയ്ത സംഘടനയുടെ പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, ഞങ്ങളെ പലതും വിളിക്കുന്നത്? ഈ കേസിൽ SFI ഏതെങ്കിലും തരത്തിൽ തീരുമാനിച്ചു പോയി നടത്തിയ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. SFI പ്രവർത്തകർ 4 പേർ ഇതിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീ സഞ്ജീവ് അതായത് അല്ലല്ല, ഈ ചർച്ചയുടെ തുടക്കം 51 ആവുകയാണ്, ഏതാണ്ട് 21 മിനിറ്റ് ആവുകയാണ് ഈ ചർച്ച തുടങ്ങിയിട്ട്. SFI സംഘടനാ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയത് എന്നോ? ഞാനിത് പൂർണ്ണമായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുവോ? അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ട് എന്നങ്ങ് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ചോദ്യം എന്താണ് എന്റെ ഭാഗത്തുനിന്ന്? അല്ലല്ല, നിങ്ങൾ ചോദിച്ചത് എന്താ, ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ, നിങ്ങൾക്ക് അതീശത്വമുള്ള ആ ക്യാമ്പസിൽ നിങ്ങൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് തിരുത്തുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതായത് ഇതിൽ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആവശ്യമുള്ള ചോദ്യമാണ് നിങ്ങൾ എടുക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ്, നിങ്ങൾക്ക് വലിയ തോതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു ക്യാമ്പസാണ്, ആ ക്യാമ്പസ് അങ്ങനെ പോകട്ടെ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതോ അവിടെ ഇനി ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണമെന്നാണ് ചോദിച്ചത്.
അങ്ങനെയാണ്. അവിടെ മാത്രമല്ല കേരളീയ കലാലയങ്ങളിൽ സിദ്ധാർത്ഥ് മാത്രമല്ല ഒരു വിദ്യാർത്ഥി പോലും ഹനിക്കപ്പെടാൻ പാടില്ല എന്ന നിലപാടുള്ള സംഘടനയാണ് ഞങ്ങളുടേത്. അല്ല, അപ്പോ തുള്ളി രക്തം കേരളത്തിലെ ക്യാമ്പസുകളിൽ വീഴാൻ പാടില്ല. സഞ്ജീവ് പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. പക്ഷേ ഇത്ര നേരം സഞ്ജീവ് എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ SFIക്ക് ഇതിലുള്ള സംഘടനാ ഉത്തരവാദിത്തമോ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തെ കുറിച്ചൊന്നും എന്റെ ചോദ്യത്തിന്റെ ഭാഗമായിരുന്നില്ല. അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ല, അങ്ങനെ ഒരു ക്രൈം അവിടെ നിങ്ങളുടെ നേതാക്കളടക്കം ഉൾപ്പെട്ട് നടപ്പിലായതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് പാടെ മാറി നിൽക്കാൻ SFIക്ക് കഴിയില്ല എന്ന ആദ്യത്തെ ദിവസത്തെ ചർച്ചയിൽ മുതൽ ഞാൻ പറയുന്നുണ്ട് സഞ്ജീവ്. അത് ഞാൻ ഇനിയും പറയും. അങ്ങ് തന്നെ പറഞ്ഞു SFI ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ ശ്രീ സഞ്ജീവ്. SFI ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ആ ചോദ്യം തിരിച്ചു വെക്കുന്നുവെന്ന്. ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതല്ല എന്നും ഞാൻ പറയുന്നുണ്ട് സഞ്ജീവ്. അപ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും ഞാൻ പറയും. പക്ഷേ എന്റെ ഇന്നത്തെ ചോദ്യം, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുടുംബത്തിന് നീതി കിട്ടാൻ തുടക്കമാകുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ SFIക്ക് ചെയ്യാൻ പലതുണ്ട് ആ ക്യാമ്പസിൽ. നിങ്ങളെ വിശ്വസിച്ചാണ് അതിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒപ്പം നിന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പലതുണ്ട് അവിടെ. നിങ്ങൾ തിരുത്തിയല്ലോ, 4 പേരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പൊ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ അവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണല്ലോ നിങ്ങൾ തിരുത്തു വരുത്തിയത്. അതിന് തുടർച്ചയായി നിങ്ങൾക്ക് ചെയ്യാൻ പലതുണ്ട് അവിടെ. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്ര പ്രകോപിതരാകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പ്രകോപിതനായില്ല. ഞാനെവിടെ പ്രകോപിതനായി? ഞാൻ നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കുകയാണെന്ന്. ഞാൻ എവിടെയാ പ്രകോപിതനായത്? ഒരു പ്രകോപനവും ഇല്ല ഈ വിഷയത്തിൽ. ഞങ്ങൾ സംഘടനാപരമായി ക്യാമ്പസുകളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ജനാധിപത്യ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഘട്ടത്തിൽ പോലും ഞാനിത് കൂടുതലായി എന്തെങ്കിലും പറയേണ്ടതല്ല. SFI അവിടെ കറക്റ്റ് ചെയ്യേണ്ട വിഷയമോ ഈ സിദ്ധാർത്ഥിൻ്റെ വിഷയം മാത്രം മുൻനിർത്തി ചർച്ച ചെയ്യേണ്ടതോ മാത്രമല്ല, ക്യാമ്പസുകളിൽ ഉണ്ടാവുന്ന അനുദിനത്തിൽ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും, അത് ക്യാമ്പസിൽ ഉണ്ടാവുന്ന അരാഷ്ട്രീയ ബോധത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള വലതു വ്യതിയാനത്തെക്കുറിച്ചോ അതെന്തുമാവട്ടെ, അതിലൊക്കെ കൃത്യമായി ഇടപെട്ട് വിദ്യാർത്ഥികളെ സർഗാത്മകമായി മുന്നോട്ട് നയിക്കാനും അതിനനുസരിച്ച് ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ SFI എന്ന നിലയിൽ ആ പ്രവർത്തനം തുടരും. അതിൽ എവിടെയെങ്കിലും ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ SFI അതിനെ കാണുന്നുമുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ടൂളായി ഉപയോഗിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ക്യാമ്പസുകളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു ക്രൈം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തീർച്ചയായും പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരെ ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ഉപയോഗപ്പെടുത്തും. നിങ്ങളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ അവർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് സമരങ്ങളും പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത്. ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം. അല്ല, പ്രതിരോധങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വിഷയമല്ല. പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ജനാധിപത്യ സമൂഹത്തിന് അതൊക്കെ ആവശ്യമാണ്. ഈ ജനാധിപത്യ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതൊക്കെ ആവശ്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് വേറൊരു വിരുദ്ധ അഭിപ്രായമില്ല. പക്ഷേ അതിനെ ഉപയോഗിച്ച് കേവലപരമായി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധമായ പ്രവർത്തനം ഉണ്ടെന്നേ. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം 18 പ്രതികൾ ഈ കേസിലുണ്ട്. അല്ല, സഞ്ജീവ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ട ഒരു നേതാവാണല്ലോ. അതിനും വളം വെക്കുന്ന, അതിനും നിദാനമാകുന്ന പല കാര്യങ്ങൾ പിന്നെയുണ്ടായി. കോഴിക്കോട് അമൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായ പീഡനത്തിനിരയായി. അദ്ദേഹവും വിരൽ ചൂണ്ടിയത് SFIക്ക് നേരെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്കത് വേണമെങ്കിൽ പ്രത്യേകം ഒരു വിഷയമാക്കി ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തവരിൽ SFIയുടെ പ്രവർത്തകരും നേതാക്കളുണ്ട്. അപ്പോ തുടർച്ചയായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നിങ്ങൾ ഇത് പൊതുസ്വഭാവമായി കണക്കാക്കുന്നത്, നിങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടത് SFI ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. മാധ്യമപ്രവർത്തക, അങ്ങ് കേൾക്കേണ്ടത് കൊയിലാണ്ടിയിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കേസാണ്. പരസ്പരം അവിടെ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. ദിവസങ്ങൾക്കുള്ളിൽ സമാനമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ SFIക്ക് ഒരു തിരുത്തലോ അല്ലെങ്കിൽ ഒരു ജാഗ്രതയോ വേണ്ടതല്ലേ? നിങ്ങളൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതല്ലേ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടതല്ലേ? അപ്പോൾ തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ SFI അവിടെ ചെയ്തത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് അടി കിട്ടിയതാണെന്നേ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. അതിനെ അമലിന്റെ മൂക്കിടിച്ചു പിന്നീട് എന്താ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാഞ്ഞത്? അവിടെ
അമലിന്റെ മൂക്കുടിച്ച് പിടിച്ചത് കേസ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ എന്താ കമന്റ് ചെയ്യേണ്ടത്? അങ്ങോട്ട് ആദ്യമായി ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടത് ഈ അമലിനെതിരെയാണെന്നോ? ഇല്ല, നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം. നിങ്ങൾ അതും ഇതും മിക്സ് ചെയ്യുകയാണെങ്കിൽ പൊതുസ്വഭാവമല്ല എന്ന് പറഞ്ഞിടത്താണ് കേരളത്തിൽ ക്യാമ്പസുകളുടെ പൊതുസ്വഭാവമോ എസ് എഫ് ഐയുടെ പൊതുസ്വഭാവമോ അല്ല എന്ന് പറഞ്ഞെടുത്ത് എസ് എഫ് ഐയുടെ പൊതുസ്വഭാവമോ കേരളത്തിലെ ക്യാമ്പസുകളുടെ പൊതുസ്വഭാവമോ അല്ല എന്ന് ഞാനും പറയാൻ തയ്യാറാണ്. പക്ഷേ സംഭവങ്ങൾക്ക് ആവർത്തനമുണ്ടായി എന്ന് ഞാൻ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ആ ജാഗ്രത എസ് എഫ് ഐ തുടരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആ ജാഗ്രത ഉണ്ടാകുമോ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ അത് തുടരും എന്നല്ല പറയേണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ആ യൂണിയനോ അല്ലെങ്കിൽ ആ കോളേജിലോ ഇനി ഒരു സിദ്ധാർത്ഥ ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊക്കെ അങ്ങ് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ വിളിച്ചിവിടെ ഇരുത്തണോ? അങ്ങനെ നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി ഞാൻ കേൾക്കേണ്ടത് ഇതാണെന്ന്. അപ്പൊ ഞാൻ കേൾക്കേണ്ടത് എന്താണെന്ന് അങ്ങാണോ പറയാ? നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേൾക്കേണ്ടത് എന്താണെന്ന് അങ്ങ് പറയണം. എന്റെ നിലപാട് സംഘടനാപരമായ നിലപാടല്ലേ ഞാൻ പറയാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ വിഷയം? നിങ്ങൾ എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിഷയങ്ങൾ മാത്രം എസ് എഫ് ഐയെ എങ്ങനെയെങ്കിലും ഈ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് കേരളത്തിന്റെ പൊതുസ്ഥിതി ഇതാണെന്ന് വരുത്താൻ ശ്രമിക്കുകയാണെന്നേ. ഈ രണ്ടാഴ്ചക്ക് മുൻപാണ് എറണാകുളം അങ്ങനെയാണെങ്കിൽ എറണാകുളത്തെ മഹാരാജാസിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് എന്താ സംഭവിച്ചത്? എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് മഹാരാജാസ് കോളേജിൽ വെച്ച് എന്താ സംഭവിച്ചത്? മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് അറിവിലുണ്ടോ? ശരീരത്തിൽ പ്രത്യേകമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. മഹാരാജാസിൽ സംഭവിക്കുന്ന പ്രത്യേകമായി ചർച്ച ചെയ്യണ്ടേ? സിദ്ധാർത്ഥിന്റെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി എന്നാണല്ലോ കുറച്ചു മുമ്പ് സഞ്ജീവ് പറഞ്ഞത്. എല്ലാം എടുത്ത് ചർച്ച ചെയ്യാന്നേ. എല്ലാം എടുത്ത് ചർച്ച ചെയ്യാം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സഞ്ജീവ് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, എന്നോട് ക്ഷമിക്കണേ. ഞാൻ സിദ്ധാർത്ഥിന്റെ അമ്മയിലേക്ക് ഒന്ന് പോവുകയാണ്. ഷീബ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. ശരി.